തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപികയുടെ വ്യാജ പ്രചാരണത്തിൽ മനംതൊന്ത് പഠനം ഉപേക്ഷിച്ച +1 വിദ്യാർത്ഥിനി. സഹ അധ്യാപകനോടുള്ള വൈരാഗ്യം തീർക്കാൻ അധ്യാപിക പെൺകുട്ടിയെ ബലിയാടാക്കുകയായിരുന്നു. നാണക്കേട് കാരണം പഠനം ഉപേക്ഷിച്ചെന്നും അധ്യാപികയെ തുടരാൻ അനുവദിക്കരുത് എന്നും പെൺകുട്ടി 24-നോട് പറഞ്ഞു. 24 വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ ഇടപെട്ടു. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. 24 എക്സ്ക്ലൂസീവ്. അവിടുത്തെ അധ്യാപകനായ സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ ഇങ്ങനെ പറഞ്ഞ്. കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥിനി കിളിമാനൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 അഡ്മിഷൻ എടുത്തു. 2 ആഴ്ച സ്കൂളിൽ പോയതിന് പിന്നാലെ ഗുരുതര അപസ്മാരം പിടിപെട്ടു. ഗോകുലം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. 4 മാസം സ്കൂളിൽ നിന്നും അവധിയെടുത്തു. ഈ സമയമാണ് അധ്യാപകർ തമ്മിലുള്ള തർക്കങ്ങളുടെ വൈരാഗ്യത്താൽ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക കുട്ടിയെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തിയത്. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു വ്യാജ പ്രചാരണം. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ വിദ്യാർത്ഥിനിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിലുൾപ്പെടെ വ്യാജ പ്രചാരണമെന്ന് കണ്ടെത്തി. നാണക്കേടിലായ വിദ്യാർത്ഥിനി +1 പഠനം ഉപേക്ഷിച്ചു. തന്നെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച അധ്യാപികയെ തുടരാൻ അനുവദിക്കരുതെന്നും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഈ ഗതി വന്നതിൽ വലിയ വിഷമമെന്നും വിദ്യാർത്ഥിനി. ഉള്ളതായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഇതില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ പഠിക്കാനായാലും ശരി അവിടെ ഇനി ചേരാനേ പറ്റത്തില്ല. ബാക്കിയുള്ളവരടുത്തായാലും ഇനി ബാക്കിയുള്ളവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൽ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടാം. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം, ഏത് വിഷയത്തിലായിരുന്നാലും ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെൻറ് ഇടപെടും, നടപടിക്ക് വിധേയരാക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ പറയും അധ്യാപകരാണ് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കേണ്ടതെന്ന്. പക്ഷേ ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ കുട്ടിയുടെ സകല സ്വപ്നവും അവസാനം ഈ കുഞ്ഞ് പറഞ്ഞു നിർത്തിയത് ഇനി പഠിച്ചിട്ട് ലക്ഷ്യമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ സകല ലക്ഷ്യങ്ങളും സകല സ്വപ്നങ്ങളും തകർക്കുന്ന രീതിയിലേക്ക് ആ സ്കൂളിലെ ചില പ്രശ്നങ്ങൾ മാറി എന്നുള്ളത് ഗൗരവമാണ്. ക്യാമറമാൻ NS സജീവിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.